വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 11th ഏപ്രിൽ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 13th ഏപ്രിൽ മുതൽ 17th ഏപ്രിൽ വരെയുള്ള വീക്കാണ്. അതിൽ ട്യൂസ്ഡേ നമുക്ക് 14th ഏപ്രിലിന് ഡോക്ടർ ബാബ സാഹിബ് അംബേദ്കർ ജയന്തി വരുന്നതുകൊണ്ട് ട്യൂസ്ഡേ ഹോളിഡേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ 4 വർക്കിംഗ് ഡേയ്സ് ആണോ ഉള്ളത്. വെഡ്നസ്ഡേ വിഷു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് വർക്കിംഗ് ഡേ ആയിരിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ യു എസും ഇറാനും തമ്മിലുള്ള ഒരു സീസ് ഫയർ ഡീലിൻ്റെ ന്യൂസ് വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റ് വലിയ ഒരു റാലിയാണ് നടത്തിയത്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുള്ള വീഡിയോസ്, നമ്മൾ വീക്കുകളായിട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, വാറിനൊരു സൊല്യൂഷൻ വരുന്നതോടുകൂടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാർക്കറ്റ് നമ്മുടെ പഴയ ലെവലിലേക്കൊക്കെ തിരിച്ചു വരുമെന്നുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് മാർക്കറ്റ് ക്രാഷിലും നമ്മൾ പാനിക് ആകുകയും പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അതെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഏതെങ്കിലും പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളൊക്കെ താഴേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മാർക്കറ്റ് തിരിഞ്ഞു വരുന്നതോടുകൂടി സ്റ്റോക്കുകളും കയറും എന്നുള്ള കോൺഫിഡൻസോടുകൂടി നല്ല ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രോഫിറ്റിലുള്ള കമ്പനികളെ ആണോ എന്നെങ്കിലും നോക്കിയിട്ട് വേണം നമ്മളൊരു സ്റ്റോക്കുകൾ വാങ്ങാനെന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകൾ ഏതെങ്കിലും ഇതുപോലെയുള്ള പാനിക് സിറ്റുവേഷനിലൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡായിട്ട് നമ്മളെപ്പോഴും നമ്മളൊരു സക്സസ്ഫുള്ളി നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഒരു കറക്ഷനിൽ നമ്മുടെ കയ്യിൽ അഡീഷണൽ ഫണ്ട്സ് ഉണ്ടെങ്കിൽ കുറേ കൂടെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് അഡീഷണൽ ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഓവർ പീരീഡ് നമ്മൾ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തവരെല്ലാവരും കഴിഞ്ഞ വീക്കിൽ അവരുടെ പോർട്ട്ഫോളിയോയിലൊക്കെ ഒരു വലിയ റീബൗണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ കാണാൻ നമുക്ക് നിഫ്റ്റി 1337 പോയിൻറ്റ്സിൻ്റെ വലിയൊരു റാലിയോടുകൂടി വന്ന് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,050 കഴിഞ്ഞ ഈ സെൽ ഓഫിൽ നമ്മൾ കണ്ടു 22,182 എന്നുള്ള ഒരു ലോ വരെയും മാർക്കറ്റ് പോവുകയുണ്ടായി. നമ്മളപ്പോൾ അതിനു മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നത് നിഫ്റ്റിയുടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 21,743 എന്നുള്ള ഒരു ക്ലിയർ സപ്പോർട്ട് ലെവൽ. അത് നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു ടെൻഷൻ്റെ ആ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സെറ്റ് ചെയ്തിരുന്ന ലോ ആയിട്ടുള്ള ഈ 21,743 ഒരു ക്ലിയർ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നുള്ളതാണ് നമ്മളന്ന് സംസാരിച്ചിരുന്നത്. അത് ആ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴത്തെ 22,182 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വളരെ ഷാർപ്പായിട്ട് നമ്മൾ നിഫ്റ്റി റീബൗണ്ട് ചെയ്ത് പോയിരിക്കുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് 24,050 എന്നുള്ള ലെവലിൽ ഇപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഈ യുദ്ധത്തിൻ്റേതായിട്ടുള്ള ടെൻഷൻസ് കുറഞ്ഞു വരും. അങ്ങനെ വരുന്നതോടുകൂടി നിഫ്റ്റി 24,909 എന്നുള്ള ലെവലിലേക്ക് മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്കൊരു മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടു നിഫ്റ്റി തേഴ്സ്ഡേയിൽ വെഡ്നസ്ഡേ 8th ഏപ്രിലാണ് നമ്മൾ 873 പോയിൻറ്റിൻ്റെ ഒരു വലിയ റാലി കഴിഞ്ഞതിന് ശേഷം പക്ഷേ പിന്നത്തെ ദിവസം ഒരു 222 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷനാണ് നമ്മൾ കണ്ടത്. പക്ഷേ പിന്നെ നമ്മൾ ഫ്രൈഡേയിൽ വീണ്ടും 275 പോയിൻറ്റ്സിൻ്റെ ഒരു റാലി കാണുകയുണ്ട്. അപ്പോൾ നമ്മളൊരു 24,909 എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്യും എന്ന് പറയുമ്പോഴും ഇതിനിടയിൽ ഏതെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് മാർക്കറ്റിൽ പുൾ ബാക്കുകളും ഉണ്ടാവാം. പക്ഷേ എന്തായാലും ഒരു 24,909 എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മേജറായിട്ട് അത്ര ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ക്രൈസിസ് നമ്മൾ ഇപ്പോൾ അഴിഞ്ഞു വരികയാണ്.
വരും ദിവസങ്ങളിൽ ഈ ടെൻഷൻസ് കുറയുകയും അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ വളരെ നല്ല രീതിയിൽ ഈ ഒരു വാർ സിറ്റുവേഷനിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും നമ്മുടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ പ്രൈസ് ജനങ്ങളിലേക്ക് കൂട്ടി കൊടുക്കാതെ മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ എക്കണോമിയെ വലിയ രീതിയിൽ ബാധിക്കാതെ, അതേസമയം നമുക്കറിയാം നമ്മുടെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ എക്സൈസ് ഡ്യൂട്ടി നേരത്തെ തന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അതിലൊരു കട്ട് ചെയ്യാനുള്ളൊരു റൂമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സൈസ് ഡ്യൂട്ടി കട്ട് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് കമ്പനികൾക്കും അതിൻ്റെ ഒരു ഭാരം കുറയ്ക്കാനൊക്കെ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിയെ ഈ യുദ്ധം വലിയ രീതിയിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ സ്പൈക്ക് വന്നു എന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ഓൾറെഡി കുറച്ചധികം എക്സൈസ് ഡ്യൂട്ടി ഒക്കെ കളക്ട് ചെയ്തിരുന്നതുകൊണ്ട് അതിൽ നിന്ന് ഈ വന്ന ഷോക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാറിന് യാതൊരു വിധത്തിലുള്ള നമ്മുടെ അസറ്റ്സിനൊന്നും യാതൊരു വിധത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് മറ്റ് പല രീതിയിലും ഇത് കഴിഞ്ഞാൽ നമുക്കറിയാം GCC കൺട്രീസൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല കൺട്രീസിനും ഓപ്പറേഷൻസ് ഉള്ള രാജ്യങ്ങളായതുകൊണ്ട് തന്നെ എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ L&T പോലുള്ള കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേയധികം കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാർ തുടങ്ങിയ സമയത്ത് L&T ഒക്കെ വലിയ രീതിയിലൊക്കെ കറക്ഷനൊക്കെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ വീഡിയോയിൽ സംസാരിച്ചതാണ് L&T വരെ താഴ്ന്ന സമയത്ത് നമുക്ക് വാങ്ങാവുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ L&T ഒക്കെ വരും ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ അസറ്റ്സ് ഡിസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഓർഡേഴ്സ് അഡീഷണലായിട്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബിസിനസ് കിട്ടാനുള്ള അവസരങ്ങളുണ്ടാവും. എന്തായാലും വാറിൻ്റെ കാര്യത്തിൽ നമ്മളിനി അധികം ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ ഈ സമയത്ത് കുറേയധികം സ്റ്റോക്കുകൾ അഡീഷണലി വാങ്ങി വരുന്നവരൊക്കെ കഴിഞ്ഞ ഒരു വീക്കിൽ തന്നെ അവരുടെ പോർട്ട്ഫോളിയോയിൽ അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു പാനിക് സിറ്റുവേഷനിലായിരിക്കും ഇങ്ങനെ അവസരങ്ങൾ വരുന്നത്. അവിടെ നമ്മൾ ധൈര്യമായിട്ട് നിന്ന് ഡിസിഷൻസ് എടുക്കുകയും അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് എല്ലാവരും ഒരു ഫിയർഫുൾ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബോൾഡായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങളിൽ കുറേയധികം വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ദിവസങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചെയ്ത ഡിസിഷൻസ് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറേയധികം വെൽത്ത് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സെൻസെക്സിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. സെൻസെക്സ് ഒരു 4230 പോയിൻറ്റ്സിൻ്റെ വലിയൊരു റാലിയോടുകൂടി 77,550 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് ആണെങ്കിലും 4166 പോയിൻറ്റ്സിൻ്റെ വലിയൊരു റാലിയോടുകൂടി 57,843 വന്ന് ക്ലോസ് ചെയ്തു. അതുപോലെ മറ്റൊരു സ്റ്റോക്കായുള്ള സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 1189 പോയിൻറ്റ്സോടെ ആഡ് ചെയ്ത് 16,840 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വാറിൻ്റെ സീസ് ഫയർ ഡിസിഷൻ വന്നതോടുകൂടി നമ്മുടെ മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു അപ് ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ അപ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന RBI മോണിറ്ററി പോളിസി റിവ്യൂയുടെ ഡിസിഷൻ വന്നപ്പോൾ റീപ്പോ റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് 5.25% തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് ഉള്ള GDP ഫോർകാസ്റ്റ് 6.9% RBI ഗവർണർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് നമ്മൾ ഈ വാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയ രീതിയിൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ 6.9%-ൻ്റെ ഈ വർഷത്തെ GDP ഗ്രോത്ത് എക്സ്പെക്റ്റേഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ നമ്മൾ Q4 റിസൾട്ട്സിൻ്റെ ഒരു സീസണിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ
കണ്ടൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ റിസൾട്ട്. TCS കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നമുക്ക് കാണാം റവന്യൂ 70,698 crores റവന്യൂ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് ഇയർ ഓൺ ഇയർ 10% ഗ്രോത്തും. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 13,784 crores ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് 12% നെറ്റ് പ്രോഫിറ്റിലുള്ള ഗ്രോത്തും ആണ് TCS ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും TCSൻ്റെ വളരെ എക്സ്പെക്റ്റഡ് ലൈൻസിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ വന്നത്. കഴിഞ്ഞ ദിവസം റിസൾട്ടിന് ശേഷം കഴിഞ്ഞ ദിവസം TCS ഒരു 2% കറക്റ്റ് ചെയ്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ TCSൽ ഓൾറെഡി ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റോക്കായ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന IT-യിൽ വരുന്ന ഡിസ്ട്രപ്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. AI-യുടെ ഡിസ്ട്രപ്ഷൻ ന്യൂസുകളൊക്കെ വരുന്നതിന് തുടർന്ന് എല്ലാ IT കമ്പനികളിലും കറക്ഷൻ നടന്നതാണ്. പക്ഷേ TCSൻ്റെ റിസൾട്ട് അതിനൊക്കെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ TCSും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ HDFC ബാങ്കിനെ കുറിച്ചൊരു ന്യൂസ് വന്നതിനെ തുടർന്ന് HDFC ബാങ്ക് വലിയ രീതിയിലൊരു കറക്ഷനിലൂടെ കടന്നു പോവുകയില്ല. HDFC ബാങ്കിൻ്റെ ചെയർമാനായിരുന്ന അദാനു ചക്രവർത്തി ഒരു പവർ സ്ട്രഗിൾ CEO ആയിട്ടുള്ള ശശി ജഗദീഷനായിട്ടുള്ളൊരു പവർ സ്ട്രഗിളിനെ തുടർന്ന് പെട്ടെന്നുള്ള ഒരു റെസിഗ്നേഷൻ ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് HDFC ബാങ്ക് വലിയ രീതിയിലുള്ളൊരു കറക്ഷനൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതിൽ HDFC ബാങ്കിനെ നമുക്കറിയാം, മെജോറിറ്റിയും ഫോറിൻ ഷെയർ ഹോൾഡേഴ്സ് ഉള്ളൊരു ബാങ്കാണ് HDFC ബാങ്ക്. നമ്മൾ ഇന്ത്യൻ ബാങ്കാണെന്ന് പറഞ്ഞാലും കുറേയധികം ഫോറിൻ ഹോൾഡേഴ്സ് ഉള്ളതാണ് HDFC ബാങ്ക്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഇൻറ്റേർണലായിട്ടുള്ള രണ്ട് പേര് തമ്മിലുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൽ ഒന്നോ രണ്ടോ പേര് തമ്മിലുള്ളൊരു പ്രശ്നം മൂലമൊക്കെ ഉള്ള ഇതുപോലെയുള്ള ഒരു ഇഷ്യൂ ഒന്നും കാര്യമായിട്ട് HDFC ബാങ്കിനെ ഇമ്പാക്റ്റ് വരില്ല ലോങ് ടൈമിൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതും ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ HDFC ബാങ്കിലുള്ള ആ ഒരു കറക്ഷൻ ഒരുപക്ഷെ നമുക്കൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസത്തിൽ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് ഞാൻ HDFC ബാങ്കിൽ കണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീക്കിൽ കുറേയധികം പേര് HDFC ബാങ്ക് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണ് ഇനി ചെയ്യേണ്ടത്, അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ കുറേയധികം ഹോൾഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക്. അപ്പോൾ അതിൽ തന്നെ ഈ സമീർ അറോറിയ എന്നുള്ള ഒരു വലിയ ഇൻവെസ്റ്റർ ബാക്ക് ചെയ്യുന്ന നമുക്ക് ഹെലിയോസ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്നുള്ള ആ മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ ദിവസത്തിൽ 13 lakh ഷെയർസാണ് HDFC ബാങ്കിൻ്റെ അവരുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. HDFC ബാങ്കിൽ 13 lakh ഷെയർസ് എന്ന് പറയുമ്പോൾ വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഓൾറെഡി അവർ HDFC ബാങ്ക് ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കറക്ഷനിൽ ലഭിക്കുമ്പോൾ അവർ വീണ്ടും ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് HDFC ബാങ്കിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാം 1000-ന് മുകളിൽ ട്രേഡ് ചെയ്തിരുന്ന HDFC ബാങ്ക് ഈ ന്യൂസിനെയൊക്കെ തുടർന്ന് വീണ്ടും ഒരു കറക്ഷൻ്റെ പേസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു 726 വരെയൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്നും കഴിഞ്ഞ ദിവസത്തിലൊക്കെ ഈ സ്റ്റോക്ക് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിൽ 810 ലെവലിലേക്ക് HDFC ബാങ്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പക്ഷേ ഇവരുടെയൊക്കെ ബൈങ്ങിനെ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ സ്റ്റോക്ക് പിന്നീട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ HDFC ബാങ്ക് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർക്ക് അത് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യാനുള്ളവർക്ക് ആഡ് ചെയ്യാം. അതുപോലെ HDFC ബാങ്കിൻ്റെ ഒരു ചെയർമാൻ റിസൈൻ ചെയ്തു എന്നുള്ളതൊരു നെഗറ്റീവ് ന്യൂസാണ് എന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എസ്പെഷ്യലി RBI ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ബാങ്ക് കൂടിയാണ് HDFC ബാങ്ക്. കാരണം അതുപോലെയുള്ള വലിയൊരു ഹ്യൂജ് ബാങ്കിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്
ആയതുകൊണ്ട് തന്നെ RBI ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ RBI പറയുകയുണ്ടായി വേറെ ഇഷ്യൂസൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ HDFC ബാങ്ക് ഒരു ബീറ്റൺ ഡൗൺ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒക്കെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ വന്ന മറ്റൊരു റിസൾട്ടാണ് ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ റിസൾട്ട് വന്നപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് 30%, 41% ഉയർന്ന് 102 crores വളരെ നല്ലൊരു റിസൾട്ടാണ് ആനന്ദ് രതി വെൽത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സെയിൽസും 30% ഉയർന്ന് 277 crores വന്നിട്ടുണ്ട്. അപ്പോൾ ആനന്ദ് രതിയും വളരെ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് വന്ന കൃഷാന ഫോസ്കമിൻ്റെ സെയിൽസ് 60% ഉയർന്ന് 755 crores, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 153% ഉയർന്ന് 83.1 crores വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൃഷാന ഫോസ്കമിൻ്റെ പെർഫോമൻസ് നമുക്ക് ഒന്ന് വാച്ച് ചെയ്യേണ്ട ഒരു റിസൾട്ടിന് ശേഷമുള്ള ഒരു പെർഫോമൻസ് ആണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ KSB ലിമിറ്റഡ് എന്നുള്ള കമ്പനി കംപ്രസേഴ്സ് ആൻഡ് പമ്പ്സ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി ഒരു ബ്രേക്ക്ഔട്ടോടുകൂടി ഒരു 800 മുകളിലേക്ക് വന്ന് 893 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ നമുക്ക് വാറിൻ്റെ ഒരു സീസ് ഫയർ ഡിസിഷൻ വന്നതിന് ശേഷം പല സ്റ്റോക്കുകളൊക്കെ ഒരു കൺസോളിഡേഷനിലൂടെ പോവുക അല്ലെങ്കിൽ ഒരു കറക്ഷനിലൂടെയൊക്കെ പോയിരുന്ന സ്റ്റോക്കുകൾ ഒക്കെ വീണ്ടും ഒരു പെർഫോമൻസിലേക്ക് വരികയാണ്. അപ്പോൾ KSB ലിമിറ്റഡ് നമുക്കറിയാം, എസ്പെഷ്യലി ഇന്ത്യയിലെ ഒരു സീസണിലേക്ക് കൂടെ വരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ KSBയുടെ പെർഫോമൻസും വരും ദിവസങ്ങളിലൊന്ന് വാച്ച് ചെയ്യേണ്ട ഒരു കമ്പനിയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ ഒരു അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി വീണ്ടും മുന്നോട്ട് വന്നതാണ് എയ്തർ ഇൻഡസ്ട്രീസ് എന്നുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി ഡിസംബർ ക്വാർട്ടറിൽ ഒരു 64.5 crores നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. അതൊരു 48.5% നെറ്റ് പ്രോഫിറ്റിലുള്ള ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രീസ് 1190 കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മന്തിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ആ മാർച്ച് ക്വാർട്ടറിൻ്റെ റിസൾട്ട് വരുമ്പോൾ വീണ്ടും ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഏതൊരു ഇൻഡസ്ട്രീസും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ ഏതൊരു എനർജി എന്നുള്ള ടൂ വീലേഴ്സ് അതുപോലെ 3 വീലേഴ്സിൻ്റെ ഒരു മാനുഫാക്ചർ ആയിട്ടുള്ള കമ്പനി കഴിഞ്ഞ വീക്കിൽ തന്നെ മൂവ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ചാർട്ടിൽ കാണുന്ന IPO ഒരു 86 ലെവലിൽ ലിസ്റ്റ് ചെയ്ത ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്നുള്ള കമ്പനി. ഈ കമ്പനി ഒരു 86 ലെവലിൽ നിന്നും കഴിഞ്ഞ ദിവസത്തിൽ ഒരു 22.25 എന്നുള്ളൊരു ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞ വീക്കിൽ ക്ലിയർ ആയിട്ടുള്ള റീബൗണ്ട് ഓൾമോസ്റ്റ് ഒരു ഡബിൾ ചെയ്ത് 40 ലെവലിലേക്ക് മൂവ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാം ഈ കമ്പനിയുടെ കുറേയധികം ഇൻവെസ്റ്റേഴ്സിൽ കുറേയധികം കോൺഫിഡൻസ് വന്നതുകൊണ്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനി കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്. കമ്പനിക്ക് ഒരു ഇൻഹൗസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി അതൊരു പ്രൊഡക്ഷൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓല ഇലക്ട്രിക്കിൻ്റെ ഒരു വലിയ ഒരു ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾക്ക് ഈ ഒരു പുതിയ ബാറ്ററി ഡെവലപ്മെൻ്റ് അവർ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ LFP കെമിസ്ട്രി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കമ്പനിയെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ EV അഡോപ്ഷൻ എസ്പെഷ്യലി ക്രൂഡിൻ്റെ പ്രൈസൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെഹിക്കിൾസിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ബാറ്ററിയുടെ ബാക്കപ്പ് കൂടെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ ബാക്കപ്പ് കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ കമ്പനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നല്ല തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിക്കൊരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവിൽ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റായിട്ടുള്ള റോഡ്സ്റ്റർ എക്സ് എന്നുള്ള പ്ലസ് 4.5 kWh വേരിയൻറ്റിന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവിന് അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് കൂടെ കമ്പനിക്ക് വരികയാണെങ്കിൽ കുറേയും കൂടിയും കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റിയോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് കൊണ്ടാണ് കമ്പനി മൂവ് ചെയ്യുന്നത്. പക്ഷേ ഒരു കോഷൻ ഉള്ളത് ഓല കഴിഞ്ഞ ക്വാർട്ടറിൽ 487 crores നെറ്റ് ലോസിലാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ കഴിഞ്ഞ 3-4 ക്വാർട്ടറൊക്കെ ആയിട്ട് ഈ കമ്പനി മോർ ദാൻ 400 ക്രോഡ്സിൻ്റെയൊക്കെ നെറ്റ് ലോസാണ് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ഒരു ഷാർപ്പായിട്ടുള്ള റീബൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ചെയ്യുന്ന എമൗണ്ട് വളരെ ചെറിയ രീതിയിലുള്ള എക്സ്പോഷർ മാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു സ്റ്റോക്കാണ് കൊഹാൻസ് ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി. കഴിഞ്ഞ ദിവസത്തിൽ 20% ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് റാലി ചെയ്തത്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് കൊഹാൻസ് ലൈഫ് സയൻസിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാം ഈ സ്റ്റോക്ക് വലിയൊരു കറക്ഷൻ മോർ ദാൻ 1000 ലെവലിൽ നിന്നൊക്കെ ഉള്ളൊരു കറക്ഷനോട് കടന്നു പോയതിന് ശേഷം 377 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 20% അപ്വേർഡ് സർക്യൂട്ടിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ കാണാം 1360 എന്നുള്ള ഒരു ഹൈയിൽ നിന്നാണ് സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് 266 ലെവൽ വരെയും കഴിഞ്ഞ് ഈ മാർക്കറ്റിൻ്റെയൊക്കെ സെൽ ഓഫിലൂടെയൊക്കെ പോയപ്പോൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീക്കിലൊരു 377 ഒരു 20% അപ്വേർഡ് സർക്യൂട്ടിലൊരു ക്ലോസിംഗ് ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. ഡിസംബർ ക്വാർട്ടറിൻ്റെ കൊഹാൻസ് ലൈഫ് സയൻസിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 37 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 55.7% ഗ്രോത്തും ഇയർ ഓൺ ഇയർ ഗ്രോത്തുമാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ക്വാർട്ടറിൻ്റെ മാർച്ച് ക്വാർട്ടറിൻ്റെ റിസൾട്ട് കൊഹാൻസ് ലൈഫ് സയൻസിൻ്റെത് നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ കമ്പനി വീണ്ടും ഒരു പെർഫോമൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു പെർഫോമൻസിലേക്ക് ഇവിടെ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൊഹാൻസിൻ്റെ ഈ അടുത്ത ഈ മാർച്ചിൻ്റെ റിസൾട്ട് നമുക്ക് ഒന്ന് കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ട ഒരു റിസൾട്ടാണ്. അതുപോലെ നമുക്ക് ഗ്രോ എന്നുള്ള കമ്പനി നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ടെസ്റ്റ് ചെയ്തിരുന്നതാണ് 193.80 എന്നുള്ള ഒരു ലെവൽ. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 140 ലെവലിലേക്കൊക്കെ ഒരു കറക്ഷനോടെയൊക്കെ കടന്നു പോയിരുന്നു എന്നുണ്ടെങ്കിലും നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ അനുസരിച്ച് സ്റ്റോക്ക് പല പ്രാവശ്യം 145 ലെവലിലേക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ വാറിൻ്റെ ഒരു സീസ് ഫയർ റിസൾട്ട് വന്നതോടുകൂടി ഈ സ്റ്റോക്ക് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിലൊരു ഹൈ 198.50 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 193 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്രോ എന്നുള്ള കമ്പനി നമുക്കറിയാം ബ്രോക്കിംഗ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു ഇപ്പോഴത്തെ നമുക്കറിയാം ഇത്രയധികം അക്കൗണ്ടുകൾ പുതിയ ജനറേഷനുള്ള എല്ലാവരും പുതിയതായിട്ട് അക്കൗണ്ടുകൾക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ടും അതുപോലെ തന്നെ ഗ്രോ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ കൂടുതൽ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ കുറേ അധികം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഗ്രോ എന്നുള്ളത്. ഈ കമ്പനിയുടെ ഒരു ഡിസ്ക്ലൈമർ ഉള്ളത്, ഈ ഗ്രോ ഞാനും പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത് ലിസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അതൊരു ഇത്രയധികം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ബിസിനസ് ഉള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ സ്റ്റോക്കുകൾ കൂടുതൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ലോജിക്ക് മൂലമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ഗ്രോയിൻ്റെ ഇപ്പോഴത്തെ നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് ആ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തെങ്കിലും കുറേ ദിവസം ഒരു കൺസോളിഡേഷനിലൂടെ ആയിരുന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു പക്ഷേ ഒരു 225 വരെയൊക്കെ ഗ്രോ എന്നുള്ള സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് അശോക് ലൈലൻഡ് ഒരു 215 ലെവലിൽ നിന്നൊക്കെ ഉള്ളൊരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം 143 വരെയും കഴിഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫിൽ വന്നു. പക്ഷേ കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് വീണ്ടും റീബൗണ്ട് ചെയ്ത് 177 വന്നിട്ടുണ്ട്. അപ്പോൾ അശോക് ലൈലൻഡ് നമ്മൾ ഈ റിസൾട്ട് വരുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കമ്പനിയാണ് അശോക് ലൈലൻഡ്. അപ്പോൾ അശോക് ലൈലൻഡിനെയും നമുക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. ഇത് അശോക് ലൈലൻഡിൻ്റെ മറ്റൊരു ബ്രേക്ക് ചാർട്ടാണ്. നമുക്ക് കാണാം ഈ റിഗ്രഷൻ ലൈനിൽ ആ ലോവർ ബ്രാൻഡിൽ ടച്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 177 ലെവലിൽ നിന്നൊക്കെ അശോക് ലൈലൻഡും നമുക്കൊരു 210 ലെവലിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട ഒരു സ്റ്റോക്കാണ് അശോക് ലൈലൻഡ്. കേരളത്തിൻ്റെ മിനിസ്റ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഡോക്ടർ ആർ ബിന്ദു എൻ്റെ വീടിരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഇരിഞ്ഞാലക്കുട MLA കൂടിയാണ്. പലപ്പോഴും ബിന്ദു ടീച്ചർ ഞങ്ങളുടെ വീട്ടിലും വരാറുണ്ട്.
അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം അദ്ദേഹം കണ്ടപ്പോൾ ടീച്ചറാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്കൊരു സാധാരണക്കാർക്കും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിലും അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണ കോളേജുകളിലൊന്നും ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ ഒരു ബുക്ക് എഴുതണമെന്നുള്ളൊരു സജഷൻ ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത് ബിന്ദു ടീച്ചറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ ബുക്കിൻ്റെ ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ബുക്ക് ഞങ്ങൾ കഴിഞ്ഞ മാസം നമ്മൾ ആമസോണിൽ ലോഞ്ച് ചെയ്ത ബുക്കിൻ്റെ ഒരു കോപ്പി നമ്മുടെ മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദുവിന് നൽകാനായിട്ട് സാധിച്ചു. എന്തായാലും അവർ വളരെ സന്തോഷത്തോടു കൂടി ആ ബുക്ക് വാങ്ങുകയും ഇനിയും ഇതുപോലെയുള്ള ബുക്ക് എഴുതണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾ ഈ മാസം ഏപ്രിൽ മന്തിൽ ഞങ്ങളൊരു ഗോൾഡൻ പിക്ക്, ഞങ്ങളുടെ ഒരു ഗോൾഡൻ പിക്ക് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ പിക്ക് 13 ഞങ്ങൾ ഏപ്രിൽ മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ തുടങ്ങും. അത് നിങ്ങൾക്കിപ്പോഴും പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ സ്റ്റോക്കുകൾ NICL 19% ഉയർന്നും, കൊഹാൻസ് ലൈഫ് സയൻസ് 19% ഉയർന്നും, ഓല ഇലക്ട്രിക് 12% ഉയർന്നും, ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ 9% ഉയർന്നും, അലൈഡ് ബ്ലെൻഡേഴ്സ് 9% ഉയർന്നും, അദാനി എനർജി 7% ഉയർന്നും, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് 6% ഉയർന്നും, ടാറ്റ കെമിക്കൽസ് 6% ഉയർന്നും, HFCL 6% ഉയർന്നും, സോന BLW 5% ഉയർന്നും, അർബൻ കമ്പനി 5% ഉയർന്നും, അദാനി ടോട്ടൽ ഗ്യാസ് 5% ഉയർന്നും, ABREL 5% ഉയർന്നു, അപ്പർ ഇൻഡസ്ട്രീസ് 5% ഉയർന്നു, അതുപോലെ SBFC ഫിനാൻസ് 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലായതുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ ഡാറ്റ നോക്കുമ്പോൾ FIS 20,710.4 crores സെല്ലേഴ്സായിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21,602.3 crores ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി കഴിഞ്ഞ 2 ഏപ്രിലിന് ക്ലോസ് ചെയ്തിരുന്നത് 22,713 6th ഏപ്രിലിന് നിഫ്റ്റി 255 പോയിൻറ്റ്സ് ഉയർന്നും, 7th ഏപ്രിലിന് 155 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 8th ഏപ്രിലിന് സീസ് ഫയറിൻ്റെ ന്യൂസ് വന്ന ദിവസം 873 പോയിൻറ്റ്സിൻ്റെ ഹ്യൂജ് റാലിയോടുകൂടിയും, അതിനുശേഷം 9th ഏപ്രിലിന് 222 പോയിൻറ്റ്സ് താഴ്ന്നും, 10th ഏപ്രിലിന് 275 പോയിൻറ്റ്സ് ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,050 എന്നുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ലെവലിലാണ്. അതായത് 1,337 പോയിൻറ്റിൻ്റെ ഹ്യൂജ് ഒരു അഡീഷനോട് കൂടിയാണ് നമ്മൾ ഈ മാസം ഈ വീക്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഏപ്രിൽ മന്തിൽ 1,719 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാർച്ച് മന്തിൽ 2,847 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ് കണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 1,719 പോയിൻറ്റ്സ് ഏപ്രിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇത് ഒരു സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രംപിൻ്റേതായിട്ടുള്ള ഇതുപോലെ പെട്ടെന്നുള്ള ഡിസിഷൻസ് വന്നതിന് ശേഷമുള്ള ഒരു ക്യാൻഡിൽസാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നോർമലി കാണുന്ന ക്യാൻഡിൽസ് അല്ല ഇതുപോലെയുള്ളത്. അപ്പോൾ മോർ ദാൻ 2,800 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷനും അതിന് ശേഷം 1,700 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയും. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒരു 1,000 പോയിൻ്റ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഓൾമോസ്റ്റ് ഈ കറക്റ്റ് ചെയ്ത ഇതെല്ലാം ഈ ഏപ്രിൽ മന്തിൽ കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഇതുപോലെയുള്ള കറക്ഷൻ സമയത്ത് നമ്മൾ പാനിക് ആവാതെ ഹോൾഡ് ചെയ്യുന്നവരെല്ലാം സക്സസ്ഫുള്ളി നമ്മൾ മാർക്കറ്റിൽ വിജയിക്കുമെന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇത്. അപ്പോൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്യുമ്പോൾ 20 DMA വരുന്നത് 23,236
അതുപോലെ 50 DMA വരുന്ന 24,500-ലും 200 DMA വരുന്ന 25,175-ലും 25,205 ആണ് 100 DMA വരുന്നത്. അതായത് നമുക്ക് കാണാം 200 DMA വരുന്ന 25,175-ലേക്കായിരിക്കും ഇനി ഈ മാർക്കറ്റിൻ്റെ ഒരു റാലിയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഈ 200 DMA എന്ന് വളരെ അകലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും അത് ആ 200 DMAയിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി മാർക്കറ്റിന് എപ്പോഴും ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 22,000 ലെവലിലേക്കൊക്കെ കറക്റ്റ് ചെയ്ത മാർക്കറ്റ് വീണ്ടും 25,000-ലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു നെഗറ്റീവ് ന്യൂസ് വന്നപ്പോൾ അതുപോലെ ഇത്ര നമ്മൾ ആ 200 DMA എന്ന് വലിയ അകലേക്ക് മൂവ് ചെയ്തെങ്കിലും ആ നെഗറ്റീവ് ന്യൂസിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയുന്നതിനനുസരിച്ച് വീണ്ടും തിരിച്ച് 200 DMAയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത് 23,555 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 24,119-നും 24,568-ഉം 25,087-ഉം 24,909-ഉം 26,825 ആണ്. മാർക്കറ്റിൻ്റെ റീബൗണ്ടിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് 24,909 ആണെന്നുള്ളത് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ആ ലെവലിൽ എത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും മറ്റുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻ്റ് അനുസരിച്ച് അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ 23,555-ന് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ 23,201, 23,036, 22,023, 21,504, 20,495 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ അടുത്ത ആഴ്ചയിൽ വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 24,909-ഉം ലോവർ റേഞ്ച് 22,023 ആയിരിക്കും. അതേസമയം പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 23,555 ആയിരിക്കും. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ സ്റ്റോക്കുകളാണ് ഏഞ്ചൽ വൺ, അദാനി ഗ്രീൻ, ഹൊനാസ കൺസ്യൂമർ, മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ്, അതുപോലെ TD പവർ സിസ്റ്റംസ് എന്നീ സ്റ്റോക്കുകൾ. നമുക്ക് ഈ സ്റ്റോക്കുകളുടെ ചാർട്ടുകളൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഏഞ്ചൽ വൺ എന്നുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് വലിയൊരു കറക്ഷനിലൂടെ കടന്നുപോയി കഴിഞ്ഞ ദിവസത്തിൻ്റെ ഈ വാറിൻ്റെ ഒരു സിറ്റുവേഷനിലൂടെ അതിനുശേഷം കഴിഞ്ഞ വീക്കിൽ ഒരു റീബൗണ്ടോടുകൂടി ഒരു 281-ലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് അദാനി ഗ്രീൻ എനർജി എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഒരു 1,085-ലേക്ക് വന്ന് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസൊക്കെ അപ്വേർഡ് മൂവ്മെൻ്റ് ഉള്ള സമയത്ത് അദാനി ഗ്രീൻ എനർജിയും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് ഹനോസ കൺസ്യൂമർ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു 344-ലേക്ക് ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ടോടുകൂടി ഒരു മൂവ്മെൻറ്റോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹനാസ കൺസ്യൂമർ നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് മെഡ് പ്ലസ് ഹെൽത്ത് സർവീസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 866-ലാണ് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് TD പവർ സിസ്റ്റംസ്. ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ വീക്കിൽ പക്ഷേ വീണ്ടും ഒരു ബ്രേക്കൗട്ടോട് കൂടി 926-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ TD പവർ സിസ്റ്റംസും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നമ്മുടെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് റിപ്പീറ്റ് ചെയ്യാം. സ്റ്റോക്കുകൾ ഏഞ്ചൽ വൺ, അദാനി ഗ്രീൻ, ഹൊനാസ കൺസ്യൂമർ, മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ്, അതുപോലെ തന്നെ TD പവർ സിസ്റ്റംസ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകളെയും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.